മണിക്കുട്ടിയുടെ പേര് പറയൂ. കൊബകേ അനിയത്തി അങ്ങനെ വിളിക്കാം. ഗിരിയാരപ്പൻ നമ്മള് മാത്രമേ ഉള്ളൂ അല്ലേ? എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു അവർ ചാനൽ. ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അതാ അച്ഛനും അമ്മയും അമ്മും കൂടി തന്ന ഗിഫ്റ്റാണ്, ഫോസിലിൻ്റെ വാച്ച്. അപ്പോൾ ഞങ്ങൾ ഇന്ന് പെട്ടെന്ന് തീരുമാനിച്ചാണ് ഈഷയിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിപ്പോൾ പോണ വഴിയാണ്. ഇപ്പോൾ നമ്മൾ ആര്യാസിൽ, വടക്കഞ്ചേരിയുള്ള ആര്യാസിലാണ് പ്രഭാത ഭക്ഷണം വിടുന്നതാണ്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് യാത്ര തുടരും. ഉക്കടത്തുള്ള തങ്കമാളികൈ അവിടെ പോയിട്ട് അവിടെ തന്നെയാണ് കുഞ്ഞുമണിക്ക് എടുത്തത്. ഇല്ല ഇല്ല ഇല്ല, വീഡിയോ ഉണ്ട് കഴിഞ്ഞ വർഷം, എവിടെ ഇടാനുള്ള ഒരു ഇതുണ്ടായില്ല. അപ്പൊ എന്തായാലും ഇത് നമ്മള് ഇടാം, അവിടെ പോയിട്ട് വാങ്ങണത്. അപ്പൊ അതാ കുഞ്ഞുമണി ടേസ്റ്റി ആണോ? ടേസ്റ്റി ആണോ? മസാല ദോശ, നെയ്റോസ്റ്റ്, സാമ്പാർ വട, അച്ഛന് ഇഡ്ഡലി ഒക്കെ കഴിക്കാട്ടോ. കുഞ്ഞുമണിക്ക് ഇവിടുന്ന് മാത്രമേ വേണ്ടൂ. ഇവിടുന്ന് മാത്രം ഇഡ്ഡലിയൊക്കെ കഴിക്കുക, ഇല്ലത്തുണ്ടാക്കുമ്പോ കഴിക്കില്ല. എല്ലാ ദിവസവും കുഞ്ഞുമണി ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളത് പഠിച്ചു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് പറയാ ഹാപ്പി ബർത്ത്ഡേ. കുഞ്ഞുമണി അതെന്താ അത്? ആ ടോർച്ച് കാണിച്ചു കൊടുക്കും. ആ 1 2 3 പിന്നെ 3 4 പറ. 4 പറയൂ. 4 പറയൂ. കാണിച്ചരാം. 4 പറയൂ. 4 എന്ന് പറയൂ. ചോർ. ഫാ പറയാൻ പറ്റില്ല കുഞ്ഞുമണിക്ക്. മണിക്കുട്ടിയുടെ പേര് പറയൂ. കൊബകേ അനിയത്തി അങ്ങനെ വിളിക്കാം. ഉറങ്ങാണ് കൊബക. അതേപോലെ ഇല്ലില്ല, എന്നെ എന്താ പറയാ കുഞ്ഞുമണി വിളിക്കപ്പോ എന്താ അമ്മേനെ വിളിക്കപ്പോ? അമ്മേനെ എന്താ വിളിക്കാറ്? കൊബകേന്നല്ല വിളിക്കും. അമ്മേനെന്താ വിളിക്കാറ് പറയൂ? അമ്മ ഇപ്പൊ എന്താ വിളിക്കാറ്? അമ്മേന്നാണോ വിളിക്കാറ്? അച്ഛനെന്താ വിളിക്കാ? അപ്പുവേട്ടാ, അപ്പു അമ്മാന്നൊക്കെ കേട്ടാ. അപ്പുവേട്ടനെ വിളിക്കുക. അച്ഛാന്നൊന്നും വിളിക്കാറില്ല. അതേപോലെ എന്നെ വിളിക്കണേ അമ്മായി. നമ്മുടെ ശ്രീകുട്ടിയൊക്കെ വിളിക്കണ കേട്ടിട്ടാണ്. നമ്മളിപ്പോ എത്തി വാളയാർ എത്തിയ. വാളയാറ് കഴിഞ്ഞു. നമ്മള് ശ്രീകുമരൻ തങ്കമാളികയിൽ വന്നേക്കട്ടോ. കുഞ്ഞുമണിക്ക് ഈ കൊലുസ് വാങ്ങിയത് ഇവിടുന്നാണ്. അപ്പൊ അവിടെ മണിക്കുട്ടിക്കും വാങ്ങാൻ വേണ്ടി വന്നേക്ക. മണിക്കുട്ടി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ഉറക്കം കഴിഞ്ഞിട്ടേ ഉള്ളൂ. കുഞ്ഞുമണി കുഞ്ഞുമണിക്ക് കാപ്പി വേണോ? വേണം. അടിപൊളി ഫിൽറ്റർ കോഫി വന്നിട്ടുണ്ട്. കുഞ്ഞുമണിക്കുള്ള പാസരാണ്. കുഞ്ഞുമണിയുടെ തള മാറ്റി നമ്മൾ പാസരാക്കി. മണിക്കുട്ടിക്ക് തളയിലേക്ക്. അതെ, മണിക്കുട്ടിക്ക് തളയായി, കുഞ്ഞുമണിക്ക് പാസരായി. കുഞ്ഞുമണി വലിയ ആളായി. ചേച്ചിക്കുട്ടി. അതെ. ഇവിടെ എന്തൊക്കെ കളക്ഷൻസ് അല്ലേ, ഒരുപാട് സാധനങ്ങളുണ്ട് പല തരത്തിലുള്ള. അതെ, ഇങ്ങനെ തിരിപ്പിച്ച് കയറ്റുന്ന ടൈപ്പാണ്. നോക്കൂ, സൂപ്പർ.
ഇതാണ് നമ്മള് മണിക്കുട്ടിക്ക് എടുത്തത്. ഇതൊരു വേറെ വെറൈറ്റി ഡിസൈൻ. കുറച്ച് വലുതായാലും ഇടാൻ പറ്റും. അതെ അതെ, സൂപ്പറല്ലേ കുഞ്ഞുമണി? ഇതാണ് അമ്മൂന് വാങ്ങിയത്. അടിപൊളിയുണ്ട്, സിമ്പിളാണ്, പക്ഷെ കിളിക്കുണ്ട് കുറച്ചൊക്കെ. കിളിക്കാൻ രസമൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങള് റൂമിൽ നിന്ന് ഇതപ്പോ ഭക്ഷണം കഴിക്കാൻ പോവാട്ടോ. ഇവിടെ അടുത്ത് തന്നെ ഉള്ളൊരു ഹോട്ടലിലേക്കാണ് പോണേ. അതെ, റൂമിലെത്തി. അഷ്കറിക്കെ കണ്ടു, പക്ഷെ അഷ്കറിക്കെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോ ഫിദ വരും. ഇതൊക്കെ ആരാന്നുള്ളത് നമ്മള് നേരിട്ട് അവരെ കാണുമ്പോ വിശദമായിട്ട് പറയാട്ടോ. ഞങ്ങളപ്പോ ആര്യാസെന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. റെയിൽവേ സ്റ്റേഷന്റെ അടുത്തുനിന്നുള്ള ഇതാട്ടോ. കുഞ്ഞുമണി എണീച്ചു, പാദസരൊക്കെ കണ്ട്, ഉറക്കത്തിലാട്ടത് പാദസരൊക്കെ കണ്ട് ആകെ സന്തോഷമായിട്ട് ഇങ്ങനെ ഇരിക്കാം. മണിക്കുട്ടി പിന്നെ ഉറക്കം. ഇതാണ് കേട്ടോ അപ്പൊ നമ്മുടെ റൂം. കുഞ്ഞുമണി ഇഷ്ടായോ റൂം? ആണോ? പാദസര ഇഷ്ടായോ? കാണിച്ചു കൊടുക്കും എല്ലാവർക്കും, കാണിച്ചു കൊടുക്കും, എല്ലാവർക്കും കാണിച്ചു കൊടുക്കും. ഇവിടെ ഇവിടെ ക്യാമറയില് ചാടു ഒന്ന്, ചാട് ചാടു. ഫോണൊക്കെ നോക്കിയിരിക്കുക കുഞ്ഞുമണിയോട്. അപ്പൊ ഇതാണ് ഫിദ. ഞങ്ങള് ഒരുമിച്ച് പഠിച്ചതാണ്. നിമ്മിയുടെ ക്ലാസ്മേറ്റ് ആണ്, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് നിമ്മിയുടെ ക്ലാസ്മേറ്റ് ആണ്. അങ്ങനെ ഫിദയും ബെസ്റ്റ് ഫ്രണ്ടായി നിമ്മി വഴി. അപ്പൊ അഷ്കറിക്കാനെ എടുക്കാൻ പറ്റിയില്ല, ഞാൻ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചു, പക്ഷെ പെട്ടെന്ന് തിരക്ക് പോയില്ലേ. അപ്പൊ അഷ്കറിക്കയുടെയും ഫിദയുടെയും ലോഡ്ജാണിത്, ന്യൂ വിജയ ലോഡ്ജ്, റെയിൽവേ സ്റ്റേഷന് നേരെ ഓപ്പോസിറ്റ്, കോയമ്പത്തൂർ. ഇതാ കുഞ്ഞുമണി ഡ്രസ്സൊക്കെ മാറി ഉഷാറായിട്ടാ. ഞങ്ങളിനി ഇഷയ്ക്ക് പോവാനുള്ള പരിപാടിയാ. കുഞ്ഞുമണി ഇത്തേക്ക് ഒരു സാധനം കൊടുക്കണ്ടേ നമുക്ക്? മണിക്കുട്ടി സെറ്റാട്ടാ. മണിക്കുട്ടി ഹാപ്പിയാണ്. അപ്പൊ ഇന്നിപ്പോ തന്നെ രണ്ടാമത്തെ ഗിഫ്റ്റ് അച്ഛന്റെ അമ്മയുടെ വാച്ച്. അടിപൊളി, താങ്ക് യു. അടുത്തത് ഉണ്ണിക്ക് എടുക്കട്ടെ. അവിടെ ഇരിക്കും കുഞ്ഞുമണി. ഗിഫ്റ്റ് വേണമെങ്കിൽ ഇവിടെ ഇരിക്കണം. എന്റെ ദൈവമേ, ഇഷ്ടപ്പെട്ടാ? താങ്ക് യു പറയാം. താങ്ക് യു പറയൂ. സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട്, ഒരു ചെറിയൊരു ഗിഫ്റ്റ്. കണ്ണടക്കൂ, കണ്ണടച്ചേ തരുള്ളൂ. കണ്ണടക്കണം, കണ്ണടച്ചേ തരൂ. ഇത് വേണം, എന്റെ കയ്യിൽ നോക്കൂ. ഇത് വേണം, വേണോ? അപ്പൊ കണ്ണടക്കണം. കണ്ണടച്ചേ, കണ്ണടക്ക. ഗിരിയാരപ്പൻ. ഇഷ്ടപ്പെട്ടാ? എന്തോ സങ്കടം വരുന്നുണ്ടാ? അതെ, എന്തൊക്കെയാ? താങ്ക് യു പറയൂ. ഒരു ഉമ്മയൊക്കെ കൊടുക്കൂ. താങ്ക് യു. എന്താ കുഞ്ഞു വേണ്ടി ഇത് ആന്റി തന്നത്? സൂപ്പറാണല്ലോ, സൂപ്പറാണല്ലോ. ഹൈഫൈ ആന്റിക്കും ആന്റിക്കും. ഇന്നലെ അമ്മും അമ്മയും കൂടിയിട്ട് അഷ്റഫ് എക്സലിന്റെ ഇത് കണ്ടിട്ട് ഗോലി സോഡ പറഞ്ഞു. അപ്പൊ ഫിദ അറേഞ്ച് ചെയ്യിപ്പിച്ചു. ലെമണ്, ഗ്രേപ്പ്, പനിനീര്. ഇന്നലെ ആ വീഡിയോയില് ആരോ പറഞ്ഞു ഇത് എന്ത് ഫ്ലേവറാ, ഇത് പനീറാണ്. അപ്പൊ
ഈ അഷ്റഫ് എക്സൽ പറഞ്ഞു പനീറോ അങ്ങനെ ഒരു ഫ്ലേവർ ഉണ്ടോ പനിനീര്. അപ്പൊ പനിനീരാണ് അപ്പൊക്കെ അപ്പോഴേ തോന്നി. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. എന്താ ഇന്നലെ സാധനം? കഴിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. അടിപൊളിയാണ് കേട്ടോ, അടിപൊളി. ലെമൺ ഒന്നും ഒരു രക്ഷയില്ല അല്ലേ? ലെമൺ കിടു. അഷ്റഫിന്റെ കൂടെ ഉള്ള ബിപിൻ ഇതും കുടിച്ചു. നല്ല സാധനം. കുഞ്ഞുമണി ടേസ്റ്റ് ചെയ്യണോ? ആണോ? ടേസ്റ്റ് ചെയ്യണോ? ആണ്. മണിക്കുട്ടിക്ക് ആയിട്ടില്ല. പിന്നെ ഒരു കാര്യണ്ട്, ഫിദയ്ക്ക് ഒരു സംഭവം ഉണ്ട്. ഇതൊരു അടിപൊളി ആർട്ടിസ്റ്റ് ആട്ടോ. ഫിദാസ് പെയിന്റ് ബോക്സ് പറഞ്ഞിട്ട് ഒരു മിനിറ്റ്. ഫിദാസ് പെയിന്റ് ബോക്സ് പറഞ്ഞിട്ട് ഫിദയ്ക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു സംഭവം ഉണ്ട്. ഗിഫ്റ്റ് ഐറ്റംസ് ആണ് ഉള്ളത്. പറയണോ? വേണം. ഗിഫ്റ്റ് ഐറ്റംസ് ആണ് ഉള്ളത്. പിന്നെന്താണ്, ഹാമർ വർക്ക് ഉണ്ട്, റിട്ടേൺ ഗിഫ്റ്റ് ഉണ്ട്. പേജ് നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പറയും, നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. നമ്മൾ ഈശയിലെത്തിട്ടാ. അമ്മ ആദ്യമായിട്ടാണ്. അമ്മയും അച്ഛനും ഒക്കെ അല്ലേ? ഞാൻ മാത്രം മുമ്പേ വന്നിട്ടുണ്ട്. കുഞ്ഞുമണി മുമ്പ് എന്താ ചെയ്യണേ? എന്താ ചെയ്യണേ മുമ്പ? മാമു കഴിക്കാൻ പോവാണല്ലേ? മുമ്പ മാമു കഴിക്കാൻ പോവാതല്ലേ പാവം. മുമ്പെ കൊണ്ട് പണി എടുപ്പിക്കുകയാണ്. മുമ്പയ്ക്ക് മാമും കൊടുക്കുന്നുണ്ടാവും അല്ലേ? കുഞ്ഞുമണി ഉറങ്ങിയാ നല്ലോണം? ഉറങ്ങിയാ? മണിക്കുട്ടിയോ? മണിക്കുട്ടി ഉറങ്ങി? നമ്മളിപ്പോ എവിടെയാ കുഞ്ഞുമണി? എവിടെ? അമ്പലത്തിലാണ്. നമ്മൾ അമ്പലത്തിലാണ്. നമ്മൾ ആദ്യം മറ്റേ ആദിയോഗിയുടെ സ്റ്റാച്യു ഒന്ന് കണ്ട് പിന്നെ വീണ്ടും തിരിച്ച് അങ്ങോട്ട് തന്നെ പോയിട്ടാണ്. പിന്നെ രാത്രി ആകുമ്പോൾ ലേസർ ഷോയും കൂടി കാണിച്ചിട്ടാണ്. പാർക്കിങ് കുറേ അപ്പുറത്ത്, ഈ ആദിയോഗിയുടെ സ്റ്റാച്യുവിൻ്റെ ഒക്കെ പിന്നിൽ കുറേ ദൂരമുണ്ട്. ആ മണിക്കുട്ടിയെ എടുക്കണോ? നീ ഇതിന് ഒന്നിക്കോ കുറച്ചു നേരം. അമ്മ വന്നു. അയ്യോ, കാലിങ്ങനെയൊന്നും വെക്കരുത്. മക്കുട്ടിക്ക് ഇപ്പൊ കിടക്കണ്ട, എടുത്താ മതി. കൊറേ ഫോറിനേഴ്സ് അല്ലേ? നമ്മള് ധ്യാനലിംഗ സോറി. അപ്പോൾ നമ്മൾ ആദിയോഗിയുടെ സ്റ്റാച്യു കണ്ടു. അവിടെ ചെറിയ പണികളൊക്കെ നടന്നു പോകുന്നുണ്ട് ബാക്കിലൊക്കെ. അപ്പോൾ അങ്ങോട്ട് ആൾക്കാരെ വിടുന്നില്ല അപ്പോൾ മുകളിലേക്ക്. അന്ന് ഞാൻ രഘുവിൻ്റെ കൂടെ വന്നപ്പോൾ മുകളിലേക്ക് കയറാൻ പറ്റിയായിരുന്നു. കുഞ്ഞുമണി ഇവിടെ ഇങ്ങനെ ഓടി കളിക്കുകയാണ്. കുഞ്ഞുമണി ഇഷ്ടമായ? അച്ഛനമ്മയൊക്കെ നടന്ന് ഇത്തിരി ക്ഷീണമായി. നമ്മളിപ്പോൾ ധ്യാനിലേക്കൊന്നും കണ്ടിട്ടില്ല, അങ്ങോട്ടും പോകണമെന്നുണ്ട്. അപ്പോഴേക്കും ഇവിടെ ലേസർ ഷോൻ്റെ സമയമാവും. നോക്കാം എന്തൊക്കെയാ പറ്റുകയെന്ന്. ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഇതാ ലേസർ ഷോ തുടങ്ങാറായിട്ടാ. ആൾക്കാരൊക്കെ വന്ന് നിറഞ്ഞു തുടങ്ങി. കുഞ്ഞുമണിക്കാണെങ്കിൽ ഒരു ഇറങ്ങാനിങ്ങനെ ധൃതി. ഭയങ്കര. കുഞ്ഞുമണി ഇപ്പൊ വരും. ലേസർ ഷോ ഇപ്പൊ വരും കേട്ടോ. അച്ഛനമ്മക്ക് സീറ്റ് കിട്ടി. മണിക്കുട്ടി ഞെട്ടുവോ? ഒന്ന് ഞെട്ടി. ഉറക്കണ്ട് കേട്ടോ. ഞാൻ ഉറക്കാനുള്ള പരിശ്രമത്തിൽ. എന്നാ പിന്നെ അതിൽ കിടത്താലോ. അതെ അതെ. കുഞ്ഞുമണി ഇതാ ഇപ്പൊ തുടങ്ങും. അച്ഛൻ എന്നിട്ട് കൊണ്ടുപോവാ കേട്ടോ. ശിവൻ ശിവൻ Ala na janati bhavati
When his stillness lasted for years on end, curious onlookers melted away. Only 7 seekers remained as they could not tear themselves away from him. ഇഷ്ടായി കുഞ്ഞുമണി? എത്ര ഇഷ്ടായി? 3 ഇഷ്ടോ? 3 ഇഷ്ടാണ്. ആ വണ്ടി എങ്ങനെ പോവാ? വണ്ടി കല്ലുമ്മ കൂടെ പോകുമ്പോ എങ്ങനെ? സമയം 9:40. ഞങ്ങള് മാത്രമേ ഉള്ളൂ ആദിയോഗിയുടെ അവിടെ. എല്ലാരും പോയി. നമ്മള് മാത്രമേ ഉള്ളൂ അല്ലേ? അടിപൊളിയായിരുന്നു. നടന്ന് ക്ഷീണമായി. അച്ഛനും ക്ഷീണമായി, അമ്മയ്ക്കും ക്ഷീണമായി, എല്ലാവർക്കും കുറച്ച് ക്ഷീണമായി. കുഞ്ഞുമണിക്ക് മാത്രം ക്ഷീണമില്ല, ഉറക്കേ ഉള്ളൂ അല്ലേ? അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ wish you health and happiness.